അച്ഛൻ്റെ സുന്ദരക്കുട്ടനും സുന്ദരിക്കുട്ടിക്കും ഒരു കഥ പറഞ്ഞു തരട്ടെ. ഒരു പശുമ്പയുടെ കഥയാണ് അച്ഛൻ പറയുന്നത്. പശുമ്പ വലിയ കൊമ്പുകളുള്ള, നല്ല ചെവിയുള്ള, 4 കാലും ഒരു വലിയ വാലുമുള്ള പശുമ്പ. ബ്രൗൺ കളറാണ് ആ പശുമ്പയ്ക്ക്. വെള്ള പുള്ളികളുമുണ്ട്. പശുമ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പശുമ്പയ്ക്ക് പുല്ല് തിന്നാൻ ഇഷ്ടമാണ്, പഴം കഴിക്കാൻ ഇഷ്ടമാണ്. പശുമ്പ എന്നിട്ട് എങ്ങനെ ഒച്ച ഉണ്ടാക്കും അറിയോ? ബാ ബാ. ഇങ്ങനെ ഒച്ച ഉണ്ടാക്കണ പശുമ്പ ഒരു ദിവസം എന്തെന്നറിയാതെ പെട്ടെന്ന് ഓടാൻ തുടങ്ങി. ഓടി വഴിയിൽ കണ്ടതെല്ലാം തട്ടിമറിച്ച് ഓടാൻ തുടങ്ങി. ബക്കറ്റ് തട്ടിമറിക്കും, അതേപോലെ വാഹനങ്ങൾ, സൈക്കിള് എല്ലാം തട്ടിമറിച്ചു. അപ്പോൾ ഈ പശുമ്പേൻ്റെ ഓണർ ഉണ്ടായിരുന്നു. പശുമ്പേൻ്റെ ഓണർ ആരാണ്? ദാസപ്പേട്ടൻ. ദാസപ്പേട്ടൻ വിചാരിച്ചു, എന്തു പറ്റി പശുമ്പയ്ക്ക്? പശുമ്പേനെ വല്ല ബൗബൗ കടിച്ചോ? പശുമ്പേനെ വല്ല പാമ്പ് കൊത്താൻ വന്നോ? പശുമ്പേനെ ആരെങ്കിലും പേടിപ്പിച്ചോ? ദാസപ്പേട്ടൻ ആകെ സങ്കടമായി. ദാസപ്പേട്ടൻ ഇങ്ങനെ ആലോചിക്കുക, എന്താ ഇപ്പം ഇത്രയും കാലമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പശുമ്പയ്ക്ക് ഇപ്പം പെട്ടെന്നൊരു പെരുമാറ്റം മാറണ കാരണം ബിഹേവിയർ ആകെ മാറിപ്പോയല്ലോ. ദാസപ്പേട്ടൻ അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ പശുമ്പ ദൂരെ നിന്നൊന്ന് കരഞ്ഞു. ബേ. ഈ പശുമ്പയുടെ ഒച്ച എന്താ ആട് കരയണ മാതിരി? ദാസപ്പേട്ടന് ഇതാടാണോ പശുവാണോ കരയുന്നത് എന്ന് സംശയമായിപ്പോയി. ദാസപ്പേട്ടൻ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് ഇതാ കൂടെ ഒരു ആടും ഇങ്ങനെ ഓടുന്നു. പശുവിനും ആടിനും ഇപ്പം എന്താ പറ്റിയേ? അപ്പോൾ ആടങ്ങ് ഓടിപ്പോയി. ആടിൻ്റെ ഒച്ച ഇങ്ങനെ ശ്രദ്ധയോടെ കേൾക്കാൻ നോക്കിയ ദാസപ്പേട്ടൻ കേട്ടതെന്താണെന്നറിയോ? കോഴി കരച്ചിൽ തുടങ്ങിയോ. എന്താപ്പം ഉണ്ടാവണേ? എല്ലാ മൃഗങ്ങൾക്കും ഇതെന്ത് പറ്റി? ഇന്ന് കൊടുത്ത ഭക്ഷണം അവർക്ക് ശരിയായില്ലേ? അല്ലെങ്കിൽ മഴയോ ഇടിയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ? ഒന്നും മനസ്സിലാവാതെ ദാസപ്പേട്ടൻ നിന്നപ്പോഴാണ് മനസ്സിലായത്, ദാ വരുന്നു ഒരു ഫ്ലൈറ്റ്. സാധാരണഗതിയിൽ ഫ്ലൈറ്റ് നല്ല ഉയരത്തിലല്ലേ പറക്കുക. ഈ ഫ്ലൈറ്റ് വളരെ താന്ന്, അതിൻ്റെ ഒച്ച ഭയങ്കര ഒച്ചയിലാണ് അതിൻ്റെ ഒച്ച കേൾക്കണത്. എൻജിൻ കറങ്ങണത്. അയ്യോ, വെറുതെ അല്ല. അപ്പോൾ ദാസപ്പേട്ടൻ എന്ത് ചെയ്തു അറിയോ? ദാസപ്പേട്ടൻ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൻ്റെ മേലേക്ക് ഓടി. ഏത് ബിൽഡിങ്ങാണ്? സ്കൂള് ബിൽഡിങ്. അതിനൊരു ടവർ ഉണ്ടായിരുന്നു, ആ ക്ലോക്ക് ടവർ. ആ ടവറിൻ്റെ മേലേക്ക് ഓടിയിട്ട് കൈ വീശി എൻജിൻ, അതായത് പൈലറ്റിനോട് പറഞ്ഞു. എന്താ പൈലറ്റ്, എങ്ങനെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു? എന്താണ് ഇത്ര താണ് പറക്കണത്? മേലോട്ട് പോ, മേലോട്ട് പോ. എൻ്റെ പശുവിനും ആടിനും കോഴിക്കും ഒക്കെ പേടിയാണെന്ന് ആംഗ്യത്തിൽ പറഞ്ഞു. മുഴുവനൊന്നും പൈലറ്റിന് മനസ്സിലായില്ലെങ്കിലും പൈലറ്റ് പറഞ്ഞു, ഒരു പ്രശ്നമുണ്ട്. എന്താണ് ഒരു പ്രശ്നം? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എൻജിനേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഒരു എൻജിൻ കൊണ്ടാണ് നമ്മൾ പോകുന്നത്. മാത്രമല്ല, ഫ്ലൈറ്റിലടിക്കേണ്ട എണ്ണ, ഫ്യൂവല് തീർന്നിരിക്കണു. നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് ഇറക്കണം, അല്ലെങ്കിൽ അപകടമാണ്, അപകടമാണ്, അപകടമാണ്. ഇത് കേട്ടതും ദാസപ്പേട്ടൻ എന്ത് ചെയ്തു? ദാസപ്പേട്ടൻ്റെ ബൗബൗ ഉണ്ടായിരുന്നു, ദാസപ്പേട്ടൻ്റെ പ്രിയപ്പെട്ട നായക്കുട്ടി. നായക്കുട്ടീനെ അങ്ങ് കയറൂരി വിട്ടു. നായക്കുട്ടീനോട് ചെവിയിലൊരു കാര്യം പറഞ്ഞു. നായക്കുട്ടി, നീ നേരെ പോയി നമ്മുടെ ഗ്രൗണ്ടിൽ വഴി കാണിച്ചു കൊടുക്കുകയെന്ന്. നായക്കുട്ടി അങ്ങോട്ട് ഓട്ടട്ടാ ഓട്ടം. ഓട്ടി 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 നായക്കുട്ടി വിശാലമായ സ്പേഷ്യസായ ഗ്രൗണ്ടിലേക്കെത്തി. ആ ഗ്രൗണ്ടിൽ മെല്ലെ അവിടെ എത്തിയിട്ട് നായക്കുട്ടി ഉറക്ക മേലോട്ട് നോക്കി കുരച്ചു. ഇത് കണ്ട പൈലറ്റിൻ്റെ കാര്യം പിടികിട്ടി. പൈലറ്റ് മെല്ലെ 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 അതിൻ്റെ ഗിയർ താഴ്ത്തി, അതിൻ്റെ ചക്രങ്ങൾ ഇങ്ങനെ വന്നു, ഓപ്പണായി വന്നു. മെല്ലെ ചിറകിൻ്റെ അവിടെയുള്ള ചക്രങ്ങൾ ഓപ്പണായി വന്നു. ഓക്കെ, ചിറകിൻ്റെ അവിടെ ഈ പ്ലെയിനിന് ചക്രം ഉണ്ടായിരുന്നു.
എന്നിട്ടത് മെല്ലെ 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 വന്ന് ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്തപ്പോഴേക്കും എല്ലാവരും വന്നിട്ട് പൈലറ്റ് കീ ജയ്, ദാസപ്പേട്ടൻ കീ ജയ്, ഓ അങ്ങനെ പറഞ്ഞു. സൂപ്പർ കഥയല്ലേ? കുട്ടികൾ കണ്ണടച്ചോളൂ. കണ്ണടച്ച് ഇന്ന് പറഞ്ഞു തന്ന പ്ലെയിനിനെയും ഇന്ന് പറഞ്ഞു തന്ന പശുവിനെയും നായക്കുട്ടീനെയും ആടിനെയും കോഴിക്കുട്ടികളെയും ഫ്ലൈറ്റിന് വഴി കാണിച്ചു കൊടുത്ത നായക്കുട്ടീനോടും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് മക്കൾ ചാച്ചു ഇറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്.